പിന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇപ്പം എനിക്കിപ്പം എന്റെ ഇൻബോക്സിൽ ഇത് വരാറുണ്ട് മെസ്സേജ്. അതായത് ഇപ്പോ എന്താ പ്രൊഫൈല് കുട്ടി എന്ന് വെച്ചാൽ എനിക്ക് ഈ കണ്ട് എന്നോട് ചോദിക്കുന്ന മൗറീഷ്യസിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡന്റ്. മൗറീഷ്യസ് എങ്ങനെയാണ്? മൗറീഷ്യസിനെ കുറിച്ച് ഞാൻ പറയാം. മൗറീഷ്യസ് എന്ന് പറയുന്നത് പറഞ്ഞത് ഇപ്പം നമുക്കൊരു ആഫ്രിക്കൻ കോണ്ടിനെന്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഒരു എന്താ പറയാ, അത് യൂറോപ്പ് അല്ല, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുണ്ട്, ഒരു ടൂറിസ്റ്റ് കൺട്രിയാണ്. നമുക്ക് അവിടെ പോയിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ CTH ലെവൽ അഗ്രേറ്റഡ് ആണ് കിട്ടുന്നത് സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ പാർട്ട് ടൈം ഉണ്ട്, എല്ലാം ഉണ്ട്, അതൊന്നും പ്രശ്നമൊന്നും കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്കാമേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. മൗറീഷ്യസിന്റെ കേസിൽ എല്ലാ ഏജൻസിയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഞങ്ങളും ചെയ്തോളാൻ തോന്നിയിട്ട് നിൽക്കുന്ന ഏജൻസീസ് ഉണ്ട്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ TRC കാർഡിന്റെ പ്രശ്നം, TRC കാർഡ് കിട്ടാത്ത ഇപ്പോഴും കിട്ടാത്ത യൂണിവേഴ്സിറ്റി, ഇപ്പോഴും കൊടുക്കാത്ത യൂണിവേഴ്സിറ്റി ഉണ്ട്. എനിക്ക് അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ. മൗറീഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഡിപ്ലോമ ബാച്ചിലേഴ്സ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ല മൗറീഷ്യസ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അമിറ്റി യൂണിവേഴ്സിറ്റി ഞാൻ സജസ്റ്റ് ചെയ്തത്. അതായത് അമിറ്റി ആണെങ്കിൽ നല്ലതാണ്. അതേപോലെ ഓറ ഇന്റർനാഷണലും കുഴപ്പമില്ല, പക്ഷെ അതിനേക്കാൾ നല്ലത് അമിറ്റിയാണ്. കാരണം വെച്ചാൽ ഓറയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ അറിയാം. ഇപ്പൊ ഞാൻ ഇതില് കുട്ടികളുണ്ട് ചോദിക്കുന്നത് ഓറ എത്ര പോരാന്നാ പറയുന്നത്, അറിയില്ല. ഞാൻ പറയാം, ചില സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ആകും, ചില സ്റ്റുഡൻസ് ഓറ നല്ലതായിരിക്കും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ TRC കാർഡിന്റെ പ്രോബ്ലം ചില സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ചില സ്റ്റുഡൻസ് പെട്ടെന്ന് കിട്ടുന്ന പറയുന്നു. അവർക്ക് TRC കാർഡിന്റെ പ്രശ്നം ചില സ്റ്റുഡൻസിന് വരുന്നില്ല. അമിറ്റിയിലാണ് പെട്ടെന്ന് കിട്ടുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന സ്റ്റീഫൻ ബിസിനസ് സ്കൂൾ ഉണ്ട്, സ്റ്റീഫൻ ബിസിനസ് സ്കൂൾ, അതേപോലെ ബ്രോഡ് ഹൊറിസൺ, അതേപോലെ തന്നെ ഓറ ഇന്റർനാഷണൽ, പിന്നെ അതേപോലെ തന്നെ അമിറ്റി യൂണിവേഴ്സിറ്റി, ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് മിക്ക ഏജൻസീസാണ് പറഞ്ഞു തരിക. അപ്പൊ സ്റ്റീഫൻ ബിസിനസ് സ്കൂളിൽ നിങ്ങൾ മാക്സിമം എടുക്കാണ്ടിരിക്കാം. അവിടെ പോയ സ്റ്റുഡൻസ് അവിടെ ഉള്ള സ്റ്റുഡൻസ്, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എനിക്ക് അറിയാം. അവരാണ് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഈ സ്റ്റീഫനെ കുറിച്ച് പറയില്ലേ, എത്രയും അത് അടുത്ത് കഴിഞ്ഞാൽ TRC കാർഡും കിട്ടൂല, ക്ലാസ്സും ഇല്ലെന്ന് അവരുടെ അറ്റൻഡൻസ് എടുക്കാനും. അറ്റൻഡൻസ് തന്നെ നല്ല ഒരു ഇതും കൊണ്ട് ഫയലും കൊണ്ട് രാവിലെ പക്ഷെ പോകണമെന്ന്, രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം, എന്നാലും അറ്റൻഡൻസ് കിട്ടത്തുള്ളൂ. അങ്ങനെയുണ്ട്. അപ്പോ പിന്നെ TRC കാർഡ് കിട്ടുന്നില്ല. TRC കാർഡ് കിട്ടിയാൽ അവർക്ക് അവിടെ പണിയെടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? പാർട്ട് ടൈമിന്റെ കാര്യം. അപ്പൊ അറ്റൻഡൻസും വേണം. അപ്പൊ മുമ്പത്തെ സ്റ്റുഡൻസ് ഒക്കെ ഈ പറയണ ഏജൻസിക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവര് ഈ പറയണതെയും ക്ലാസ്സിൽ ഇരിക്കില്ല. അപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കാതിരിക്കുമ്പോഴാണ് ഇവർക്ക് എന്താ അറ്റൻഡൻസ് ഷോർട്ട് ആകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഇപ്പൊ പോകുന്ന സ്റ്റുഡൻസ് നല്ല പണി കിട്ടുന്നുണ്ട് എവിടെ, ഇവിടെ, മനസ്സിലായോ? അപ്പോ ഏറ്റവും നല്ലത് അമിറ്റി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഓറ ഇന്റർനാഷണൽ, അതും നല്ലതാണ്. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഞാൻ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറയണം. കാരണം വെച്ചാൽ ഞാനൊരു കൗൺസിലറാണ്, മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. നിങ്ങൾ ശ്രദ്ധിക്കാം. അവിടെ പോയി കഴിഞ്ഞാലും ഈ പറയണ പാർട്ട് ടൈം ഒക്കെ എടുക്കാം, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഇവിടെ ഇന്ത്യ പോലത്തെ ഒരു കൺട്രി എന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ ഇന്ത്യ എങ്ങനെയാണ് അതുപോലത്തെ കൺട്രി എന്നാണ് എന്നോട് അവിടെ ഉള്ള സ്റ്റുഡൻസ് പറഞ്ഞത്. അപ്പോ അവിടുത്തെ വെച്ചാല് എന്താ കുറവാണ്, അവിടെ ലിവിങ് എക്സ്പെൻസ് കുറവാണ്. ഇപ്പം ഒരു മന്തിലേക്ക് ഒരു 13,000 15,000 ഒക്കെ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ഒരു 60-70 ഒക്കെ കിട്ടും. TRC കാർഡ് കിട്ടിയാൽ തന്നെ ഒരു 80,000 അല്ലെങ്കിൽ 1 lakh അടുത്തൊക്കെ കിട്ടും. അങ്ങനെ